ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി മധുരപ്പച്ചടിയാണ്. പൈനാപ്പിളും ഏത്തപ്പഴവും മുന്തിരിയും എല്ലാം ചേർന്നിട്ടുള്ള മധുരപ്പച്ചടിയെ. അപ്പോൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. മധുരപ്പച്ചടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പൈനാപ്പിൾ നല്ല വേവുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നേന്ത്രപ്പഴം ചേർക്കാനുള്ളതാണ്. ആ സമയത്ത് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതിയേ. അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വരണം. പൈനാപ്പിൾ വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. 1.5 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. തോരനൊക്കെ അരയ്ക്കുന്ന ജീരകമാണേ. എരിവിന് ആവശ്യമായിട്ട് 3 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊള്ളുക. തേങ്ങ അരച്ചെടുക്കേണ്ടത് തൈര് ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ കടുക് ഞാനിവിടെ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ചതച്ചിട്ടല്ല ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ തേങ്ങ നല്ലതുപോലെ അരഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രം 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട്, കടുക് ഈ ഒരു പാകത്തിനെ അരഞ്ഞു വരാൻ പാടുള്ളൂ. അതുവരെ ഒന്ന് അരച്ചെടുക്കുക. ചതച്ച് ചേർക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. 3 പച്ചമുളക്, ജീരകം, തേങ്ങ എല്ലാം കൂടി ചേർത്ത് തൈരും കൂടി ചേർത്ത് അരച്ചെടുക്കാം. വെള്ളത്തിന് പകരം തൈര് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് അരച്ചു നോക്കുക. നന്നായിട്ട് അരഞ്ഞില്ലെങ്കിൽ എത്രയാണോ ആവശ്യം അതനുസരിച്ച് 2-3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. പൈനാപ്പിൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വെന്തളിഞ്ഞു പോകുന്ന ഒരു ഫ്രൂട്ടല്ല കേട്ടോ പൈനാപ്പിൾ. ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഒരുപാട് പഴുത്ത പഴമല്ല, എന്നാൽ തീരെ പഴുക്കാത്ത പഴവുമല്ല കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പഴം പെട്ടെന്ന് വെന്ത് വരുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. വെള്ളം തീരെ ഇല്ലെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി വെള്ളം ചേർത്ത് കൊടുക്കുമ്പം ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അടച്ചു വെച്ച് പഴവും കൂടി നല്ലതുപോലെ വെന്ത് വരട്ടെ. ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി. വെള്ളം വളരെ കുറവാണ്. പെട്ടെന്ന് അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ 2 വട്ടം തുറന്നിട്ട് ഇളക്കി കൊടുത്തിരുന്നു. വെള്ളമെല്ലാം നല്ലതുപോലെ പറ്റിയിട്ടുണ്ട്. വെള്ളമുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് നല്ലതുപോലെ വെള്ളമെല്ലാം പറ്റിച്ചെടുക്കണേ. ഇനി വേണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് തേങ്ങയുടെ മുളകിൻ്റെയൊക്കെ ആ പച്ചച്ചുവയൊക്കെ മാറണം. അതുവരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് വേണം കടുക് ചതച്ചത് ചേർത്ത് കൊടുക്കാനായിട്ട്. വീണ്ടും ഇളക്കി കൊടുക്കണം. കടുക് ചതച്ച് ചേർക്കുന്നതാണ് കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. മധുരപ്പച്ചടി ആയതുകൊണ്ട് തന്നെ ശർക്കര ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ശർക്കര ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നവർക്ക് അതുപോലെ ചെയ്താൽ മതി. ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതിയേ. അതല്ലെങ്കിൽ കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ച് ശർക്കരയൊന്ന് നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ നല്ലതുപോലെ ഒന്ന് മാറട്ടെ. ശർക്കരയെല്ലാം നല്ലതുപോലെ ഇതിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുന്തിരിയാണ്. ഞാനിവിടെ മുഴുവൻ മുന്തിരിയും ഒന്നിച്ച് ചേർക്കുന്നില്ല. മുന്തിരി പെട്ടെന്ന് വെന്ത് പോകുന്നതാണ്. അതുകൊണ്ട് വളരെ കുറച്ച് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ബാക്കി പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയേ. മുന്തിരി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1/2 ലിറ്റർ തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഒരുപാട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ ഒരുപാട് ലൂസായി പോകും. ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് തിളയ്ക്കാൻ പാടില്ല. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. തൈര് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. എനിക്കിവിടെ ഉപ്പ് കുറവാണ്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത തൈര് ചൂടായിട്ടുണ്ട്. ഈ ഒരു പാകം വരെ ആയാൽ മതി. തിളയ്ക്കാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം.
ആദ്യം ചേർത്ത മുന്തിരി ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് മുന്തിരി ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. ഇനി കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 3-4 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കറിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാവേ. പച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ കടുക് താളിച്ചതിൻ്റെ ആ ഫ്ലേവറൊക്കെ കറിയിലോട്ട് നല്ലതുപോലെ ഇറങ്ങിക്കോളും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മധുര പച്ചടി റെഡി ആയിട്ടുണ്ട്. മറ്റൊരു റെസിപ്പിയിലൂടെ വീണ്ടും കാണാം. താങ്ക്